ഹായ് ഗായ്സ്, കൺമണി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചൂടാക്കി ചേർക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവോള എല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോസും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ടത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. നമുക്ക് കുക്കർ എടുക്കാം. കുക്കർ എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ടതില്ല കേട്ടോ. നമുക്ക് ബീഫിൽ നിന്ന് തന്നെ വെന്ത് വരുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അങ്ങനെ ഒരു 6 വിസിലിന് ശേഷം നമ്മുടെ ബീഫ് ഇത് നന്നായി വെന്ത് തിരിക്കുകയാണ് കേട്ടോ. മറ്റൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായി വന്നിട്ട് വെച്ച് സവോള ഇട്ട് കൊടുക്കുക. സവോള കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ സവോളൊക്കെ നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കണേ. ഇവയെല്ലാം കൂടി നന്നായി വഴറ്റുക കേട്ടോ. ആ പച്ചമണം മാറുന്ന വരാണ്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവ ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി മസാല മൂപ്പിച്ചെടുക്കുക. മസാല മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബീഫിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണത്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയാൽ തന്നെ നല്ലൊരു മണമാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.